ഒരു വെറൈറ്റി ഭക്ഷണവും ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. അത് വേണ്ടെന്നാണ് അമ്മ പറയുന്നതെങ്കിൽ ഞാനത് വേണ്ടെന്ന് വെച്ചേക്കാം. ഏയ്, അതിനിപ്പോ എന്താ കുഴപ്പം? ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. നീ കേക്കിന്റെ ഏർപ്പാട് ചെയ്യേ. ചെല്ല്. എങ്കിൽ ഞാനിപ്പോ തന്നെ പോയി കേക്ക് വാങ്ങിക്കൊണ്ടുവരാം. ഗൗത എവിടെ പോവാ? അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനും വേണ്ടി. ഇന്ന് ഇവിടെ വെച്ച് നിന്റെ പിറന്നാള് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാൻ പോവാ. ദേ, ഏട്ടത്തി നിന്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി പ്രത്യേകം ഫുഡൊക്കെ ഒരുക്കുന്നുണ്ട്. എന്തിനാ ഗൗത ഇനി പിറന്നാൾ ആഘോഷം? അതൊന്നും വേണ്ട, വിട്ടേക്ക്. പശുവും ചെത്തുവും മോരില പുളിയും പോയി. എന്നാലും ഇവന്റെ ഏനക്കേട് മാറിയിട്ടില്ല. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടരുതെന്ന്. കേട്ടോ അമ്മേ, ഞാൻ നീതി പോലും അറിയാതെ ഈ പരിപാടി പ്ലാൻ ചെയ്തത്. ഉടനെ മയക്ക് കെട്ടിവെച്ചങ്ങ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇവർക്ക് ഇത് എന്തിന്റെ കേടാ? നീ അത് വിട്, പോയി കേക്ക് വാങ്ങിച്ചോണ്ട് വച്ചല്ലേ. ഗൗതം വേണ്ട, ഒരാൾക്കും താല്പര്യമില്ലാതെ എന്തിനാ ഇവിടെ ഒരു ആഘോഷം? താല്പര്യം ഇല്ലാത്തവർ കൂടണ്ട. ഞാനും അമ്മയും എന്തായാലും ഉണ്ടാവും. നിധി, നീ ഇനി എതിര് പറയാൻ നിൽക്കണ്ട. ഗൗതം, എടാ, ഒരു കാര്യം പറഞ്ഞാ നീ കേക്കുവോ? എന്താ അമ്മേ? നിധിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് നീ ഒരു പുതിയ കാറ് വാങ്ങിച്ചില്ലേ? അതങ്ങ് വിറ്റ് കളഞ്ഞേക്ക് മോനെ. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ആ കാറ് വാങ്ങിയപ്പോ മുതല് അപശകുനങ്ങളാണല്ലോ. ഒന്ന് ആലോചിച്ചു നോക്ക്. ആ കാറ് കയ്യിൽ കിട്ടിയ ഉടനെ അപകടത്തിലായി. വീണ്ടും ശിവാനിയുടെ പ്രശ്നങ്ങളായി. ഉള്ള മനസമാധാനം മുഴുവൻ പോയി കിട്ടി. ആ വണ്ടി നമുക്ക് അപശകുന മോനെ. അപശകുനം ആ വണ്ടിയുടേതല്ലേ എടുത്തി, അതിന്റെ ഉടമസ്ഥയുടേതാ. ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോനെ, അതാണ് നല്ലത്. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ഗൗതം. അത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ കാറുകൊണ്ടുള്ള ദോഷമാണെന്ന് ചിന്തിക്കും എല്ലാവരും. അത് വിറ്റേക്കാം നമുക്ക്. ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പൊ തന്നെ ഓൺലൈനില് ഞാൻ ഫോട്ടോസ് ഇടാം, വേഗം വിട്ടു പോയിക്കോളൂ. നിധി, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാനാ ഗൗതം പറഞ്ഞിരിക്കുന്നത്. കൂടെ നിന്നൊന്ന് സഹായിച്ചേക്കണേ. നീ കൂടെ നിന്ന് സഹായിക്കാനല്ല, ഞാനുണ്ട് കൂടെ. ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ആഗ്രഹം സാധിച്ചല്ലോ, സന്തോഷമായില്ലേ? ഞാനെന്നാ പോയി കേക്ക് വാങ്ങിക്കൊണ്ടു. ശരിയടാ. സമയമില്ല, വേഗം കിച്ചണിൽ കയറാം. വാ. അമ്മായിയമ്മയും മരുമോളും വീണ്ടും ഒന്നിക്കുവാണല്ലോ. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. പറയൂ വസന്തരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, വളരെ നല്ല വിശേഷങ്ങളാണല്ലോ ഈശ്വരമംഗലത്ത് അരങ്ങേറുന്നത്. ഇവിടെ സ്ഥിരതാമസം ആക്കുന്നതിന് വേണ്ടി ശിവാനി ഈശ്വരമംഗലത്തേക്ക് വന്നിരുന്നു. എന്നിട്ട് എന്തായി? അവൾ അവിടെ കയറി പൊറുതി ആരംഭിച്ചോ? അത് നടക്കില്ലല്ലോ CKC. പ്രണവും ഏട്ടത്തിയൊക്കെ ചേർന്ന് അതിഗംഭീരമായിട്ട് തന്നെ ശിവാനിയെ വീണ്ടും ഇറക്കി വിട്ടു. അതിബുദ്ധിയുടെ ഫലമാണത്. അവൾക്ക് അങ്ങനെ തന്നെ വേണം. നിധിയുടെ പിറന്നാളിന് അവളെ തീർത്തു തരാന്ന് പറഞ്ഞ് എന്റെ ആൾക്കാരെ മുഴുവൻ അവൾ സപ്പോർട്ടിന് കൊണ്ടുപോയിട്ട് ഒടുവിൽ എന്നെ പച്ചയ്ക്ക് പറ്റിച്ചവളാ ശിവാനി. അവൾ എന്നെ കൂടെ നിന്ന് ചതിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു. പാലം കടക്കോളം നാരായണ എന്ന് പറഞ്ഞിട്ട് പാലം കടന്നപ്പോ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി അവൾ നിധിയെ സപ്പോർട്ട് ചെയ്തു. ക്ഷമിക്കില്ല ഞാൻ. ഇനി ഞാനും അവളുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഞാൻ തീരുമാനിച്ച. ഞാനിപ്പോ വിളിച്ചത് ശിവാനിയുടെ കാര്യം പറയാനല്ല, നിധിയുടെ കാര്യം പറയാനാ. അന്ന് മുടങ്ങിപ്പോയ നിധിയുടെ പിറന്നാള് ഈശ്വരമംഗലത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്ത് സദ്യ ഒരുക്കി ആഘോഷിക്കാനാ ഗൗതമിന്റെ ഏട്ടത്തിയുടെയൊക്കെ തീരുമാനം. എത്രയൊക്കെ ചവിട്ടി ഒതുക്കാൻ തീരുമാനിച്ചാലും ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുകയാണവള്. അവളുടെ അധികാര പരിധി ഈശ്വരമംഗലം വീട് വിട്ട് ഇനി ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്കും പരക്കും. പിന്നെ CKC എന്ന ബിസിനസ്മാന്റെ അസ്തമനത്തിന്റെ തുടക്കമായിരിക്കും അത്. സത്യം പറയാലോ CKC, എനിക്കിപ്പോ ഒരു പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട്.
വിജയങ്ങൾ മാത്രം രുചിച്ച് ശീലിച്ച എനിക്കിപ്പോ തിരിച്ചടികളാണ്. ഇതിനിടയില് മരുഭൂമിയിലെ മഴ പോലെ കിട്ടിയ ഏക ആശ്വാസം പിറന്നാൾ സമ്മാനമായി നിധിക്ക് കൊടുക്കാൻ ഗൗതം വാങ്ങിയ ആ കാറ് വിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. കാറ് വിൽക്കാൻ തീരുമാനിച്ചു? ആ കാറാണല്ലോ ശിവാനിയെ ഇടിച്ചത്. ഏട്ടത്തി അത് ഒരു അപശകുനമാണെന്ന് പറഞ്ഞപ്പോ ഗൗതം അത് വിൽക്കാനായി ഓൺലൈനിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ആ കാർ വിൽക്കാനായി ഓൺലൈനിൽ പരസ്യം കൊടുത്തോ? അതെ, അത് ഒരാശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഗൗതമും നിധിയും ഏട്ടത്തിയും ഒക്കെ വീണ്ടും പഴയ സന്തോഷത്തിലേക്ക് മടങ്ങി വരിക. പ്രശ്നരെ, ഞാൻ പിന്നെ വിളിക്കാവേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്.